സുവർണചരിതം. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സംഘാതിതമായ വിഭജന കാലഘട്ടത്തിനും വളരെ മുൻപേ ആരംഭം കുറിച്ചതാണ് മലയാളിയുടെ വിവിധ മേഖലകളിലുള്ള കുടിയേറ്റ ചരിത്രം. അത്ര തന്നെ പൗരാണികവുമാണ് മലങ്കര നസ്രാണിയുടെ ദേശാന്തര ഗമനത്തിൻ്റെ ആഗോള വഴിത്താരകൾ. ഭാരതത്തിൽ ക്രിസ്തുമാർഗത്തിൻ്റെ സുവിശേഷ വീഥിയിൽ നമ്മെ ജനിപ്പിച്ച പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ ആത്മത്യാഗത്തിൻ്റെ നിണമണിഞ്ഞ സ്മരണകൾ പേറുന്ന മദ്രാശിയുടെ മണ്ണ് ഈ പ്രവാസ ചരിത്രത്തിൻ്റെ വലിയ സാക്ഷ്യമാണ്. ജീവിത പ്രാരാബ്ധങ്ങളുടെ ഭാണ്ഡവുമായി വണ്ടി കയറിയ ആ പൂർവ്വപിതാക്കന്മാരുടെ ഒരു തോളിൽ കൈമോശം വരാത്ത അവരുടെ വിശ്വാസ സമ്പത്തിൻ്റെ ഭണ്ഡാരമായിരുന്നു. ദേവാലയവും ആരാധനയും സിരകളിൽ നിറച്ചുവച്ചിരുന്ന ആ പൂർവജന്മാരുടെ അടിയുറച്ച ദൈവഭക്തിയുടെ പ്രതിഫലനമാണ് ബാഹ്യകേരളത്തിൽ നാം ഇന്ന് കാണുന്ന സഭയുടെ അതുല്യമായ സാന്നിധ്യം. ആ ഗണത്തിൽപ്പെട്ട ഒരു പറ്റം പിതാക്കന്മാരുടെ വിശ്വാസ പോരാട്ടത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ആവടി രാമലിംഗപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിലെ ചെന്നൈ സിറ്റിയിലുള്ള വളരെ പുരാതനമായൊരു ദേവാലയമാണ് ആവടി രാമലിംഗപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്. കഴിഞ്ഞ 55 വർഷമായി ഇടവക ആത്മീക നിലയിലും ഭൗതിക നിലയിലും ധാരാളമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഇടവകയുടെ ശുശ്രൂഷകൾ നടത്തി വരികയാണ്. ഈ 55 വർഷത്തെ ചരിത്രവും പാരമ്പര്യവും എല്ലാം ഉൾപ്പെടെ ഒരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുന്നുവെന്ന് അറിയുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ 55 വർഷത്തെ പ്രവർത്തനങ്ങൾ ജൂബിലി ആഘോഷമായി നടത്തുകയും ഇടവക മൊത്തമായി ചേർന്ന് വളരെ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയാണ്. വിദ്യാഭ്യാസ സഹായം, ചികിത്സാ സഹായം, ഭവന നിർമ്മാണ സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെടുത്തി ഇടവക നിർവഹിക്കുന്നുവെന്നറിയുന്നതിലും വളരെ ചരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇത്തരുണത്തിൽ നേരുകയാണ്. ആവടി രാമലിംഗപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട അജി മാത്യു അച്ഛനും ഇടവകയുടെ ഭരണസമിതിയും എല്ലാ ആത്മീയ സംഘടനകളും ഇടവക ജനങ്ങൾ ഒത്തൊരുമിച്ച് ഈ ദൃശ്യ പ്രവർത്തനങ്ങൾ അനുഗ്രഹകരമായി നടത്തുവാൻ യത്നിക്കുന്നു, പ്രവർത്തിക്കുന്നു, നേതൃത്വം നൽകുന്നു എന്നുള്ളതിലും സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ ഡോക്യുമെൻ്ററിക്ക് മദ്രാസ് ഭദ്രാസനത്തിൻ്റെ എല്ലാ ആശംസകളും അനുമോദനങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇടവകയെ സമൃദ്ധമായി വാഴ്ത്തട്ടെ. ആത്മീകമായും ഭൗതികമായും ഇടവക ഉത്തരോത്തരം വളരട്ടെ, പുരോഗമിക്കട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി. മദ്രാസ് എന്ന മഹാനഗരത്തിൻ്റെ നാഗരികമായ അതിരുകൾക്ക് പുറത്ത് പശ്ചിമ ഭാഗത്ത് ആവടി എന്ന പ്രദേശത്തെ പ്രസക്തമാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ HVF, OCF, DRDO, ഇന്ത്യൻ എയർഫോഴ്സ്, CRPF എന്നീ സ്ഥാപനങ്ങളാണ്. ഒരു നൂറ്റാണ്ടിനപ്പുറം മുതൽ മദ്രാശി പട്ടണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശ്വാസ പാരമ്പര്യത്തെ ബ്രോഡ്വേ സെന്റ് തോമസ് ദേവാലയം ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തിയ കാലഘട്ടം മാതൃദേവാലയത്തിലേക്കുള്ള ദീർഘവും ദുഷ്കരവുമായുള്ള യാത്രകൾ പ്രാദേശികമായ ആരാധനാ ക്രമീകരണങ്ങളെപ്പറ്റി ചിന്തകൾ ഉണർത്തുന്ന സമയം കൂടിയായിരുന്നു. ആവടി രാമലിംഗപുരം പള്ളി മദ്രാസ് പട്ടണത്തിലെ താരതമ്യേന ഒരു ചെറിയ പള്ളിയാണ്. എന്നാൽ അതിന്റെ മനോഹാരിതയും അവിടുത്തെ ജനങ്ങളുടെ സഭയോടുള്ള ഭക്തിയും കൂറും ആരാധനാ വൈഭവവും എടുത്തു പറയേണ്ടതാണ്. 55 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൂടി വന്ന പൂർവികർ നയിച്ച നല്ല പാതയിലൂടെ മനോഹരമായി വിശുദ്ധമായി ഇപ്പോഴും ആരാധിച്ച് കടന്നുപോകാൻ വിശ്വാസികൾക്ക് സാധ്യമാകുന്നു എന്നത് സന്തോഷകരമാണ്. ആ ദേവാലയത്തെ അവിടെ സ്ഥാപിച്ച, അതിനെ നയിച്ച, ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ പിതാക്കന്മാരും വൈദികരും അവിടെയുള്ള സീനിയർ മെമ്പേഴ്സും ദൈവത്തിലേക്ക് വാങ്ങിപ്പോയി ജീവനോടിരിക്കുന്നവരും ഇപ്പോൾ ദേവാലയത്തിൽ കൂടി നടക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ദൈവാനുഗ്രഹം ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അന്ന് ഇവിടെയുണ്ടായിരുന്ന അപൂർവം ചിലരും മേൽപ്പറഞ്ഞ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാരായി എത്തിച്ചേർന്ന
വിരലിൽ എണ്ണാവുന്ന ആളുകളും ചേർന്ന് ലഭ്യമായ സാഹചര്യങ്ങളിൽ തങ്ങളുടെ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു. അന്ന് 1960കളുടെ മധ്യകാലഘട്ടത്തിൽ ഡോക്ടർ ജോൺ വർഗീസ്, അക്കാലത്തെ പ്രസിദ്ധ ആയുർവേദ വൈദ്യനായിരുന്ന വർഗീസ് വൈദ്യൻ തുടങ്ങിയ സഭാസ്നേഹികളുടെ നേതൃത്വത്തിൽ ഡോക്ടർ ജോൺ വർഗീസിന്റെ ഗൃഹപരിസരത്ത് തുടക്കമിട്ട ആ പ്രാർത്ഥനാ സമൂഹമാണ് ഈ ദേവാലയത്തിന്റെ ആദ്യ ഇടവക സംഘം. സ്വന്തമായി ഒരു ആരാധനാലയം എന്നത് സ്വപ്നം മാത്രമായിരുന്ന ആദ്യ നാളുകളിൽ ആവടിയിലെ ആദ്യകാല ക്രൈസ്തവ ദേവാലയങ്ങളായ CSI ട്രിനിറ്റി ചർച്ച്, ഗാരിസൺ ചർച്ച് എന്നീ പള്ളികളിൽ തങ്ങളുടെ ഊഴം കാത്തുനിന്നും ചിലപ്പോഴൊക്കെ അടുത്ത അവസരക്കാർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്തും മാസത്തിൽ ഒരു തവണ എന്ന കണക്കിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. ബ്രോഡ്വേ പള്ളിയിൽ നിന്നുള്ള വൈദികർ ആരംഭദശയിൽ ആ ആത്മായ പിതാക്കന്മാരുടെ വിശ്വാസ തീഷ്ണതയെ അവരുടെ കർമ്മങ്ങളിൽ കൂടി സമ്പന്നമാക്കി. വന്യ ജോസഫ് കരിപ്പായിലച്ചൻ തുടങ്ങി ഇടവകയുടെ നിർണായകമായ പല തീരുമാനങ്ങളുടെയും കാരണഭൂതനായ CO വർഗീസച്ചൻ അങ്ങനെ അനേകം വൈദികരോട് ചേർന്ന് നിന്ന് ആ ചെറിയ സമൂഹം തെളിയിച്ച ആരാധനയുടെ വെളിച്ചമാണ് ഇന്നും ഈ ദേശത്തെ പ്രകാശിപ്പിക്കുന്നത്. ഇപ്പോൾ മാവേലിക്കര ഭദ്രാസനാധിപനായിരിക്കുന്ന അഭിവന്യ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി വിനയനച്ചനായി ഇടവകയെയും ഈ പ്രദേശത്തെ ജനങ്ങളെയും ഹൃദ്യമായി പരിചരിച്ച ഇടയനായിരുന്നു. കൃതജ്ഞതാപൂർവം സ്മരിക്കാം ആ വന്യ പുരോഹിതന്മാരെ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിലെ അനുഗ്രഹീത ദേവാലയമായ ആവടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സ്ഥാപിതമായിട്ട് ഇന്നേക്ക് 55 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണല്ലോ. ആ ദേവാലയം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സ്നേഹസ്മരണകളുള്ള ഒരു ഇടമാണ്. 1995, 1996 കാലയളവിൽ ആ ദേവാലയത്തിന്റെ വികാരിയായി സേവനം ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അവിടെയുള്ള നമ്മുടെ ആളുകളും ഇതര മതസ്ഥരായ ആളുകളും വളരെ സ്നേഹമുള്ളവരും സഭയോടും ദേവാലയത്തോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. പരിശുദ്ധ സഭയിലും മദ്രാസ് ഭദ്രാസനത്തിലും ശോഭിക്കുന്ന നല്ല ഒരു വിശ്വാസ സമൂഹമായി അവിടെയുള്ള നമ്മുടെ ദേവാലയ കുടുംബത്തിന് തുടർന്നും പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ ദേവാലയത്തിന്റെ വികാരി ബഹുമാനപ്പെട്ട അജിയച്ചനും ഇടവക മാനേജിംഗ് കമ്മിറ്റിക്കും വിശ്വാസികൾക്കും എന്റെ ആശംസകളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഇടവക അംഗങ്ങളുടെ പരസ്പര സ്നേഹവും വൈദികരോടുള്ള കരുതലും ഇപ്പോഴും എൻ്റെ സ്മരണയിൽ ഉണ്ട്. ഇടവകയുടെ തുടക്കം മുതൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ വൈദികരുടെയും വിശ്വാസികളുടെയും സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ ഇടവകയുടെ സ്ഥാപനത്തിനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ എല്ലാവരെയും പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. അതുപോലെ ഇടവകയെ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒത്തിരി പേരുടെ മുഖങ്ങൾ എൻ്റെ മനസ്സിൽ മായാതെ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആവടി രാമലിംഗപുരം ഇടവക നല്ലൊരു ചെറിയ ഇടവകയാണ്. എല്ലാ ജനങ്ങളും ദേവാലയത്തിൽ ആരാധനയ്ക്ക് പള്ളി മുഴുവനും തിങ്ങി നിറഞ്ഞ ഒരു അനുഭവമാണ് എൻ്റെ ആദ്യത്തെ ടീമിൽ ഞാൻ കാണുവാനിടയായത്. മറ്റുള്ള ഇടവകയെ അപേക്ഷിച്ച് യുവജനങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും എല്ലാ ആത്മീക സംഘടനകളും നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഇടവകയാകുന്നു. 2-3 ടേൺ ഇരുന്നപ്പോൾ എനിക്കെല്ലാം ഒരുപോലെയാണ് അനുഭവപ്പെട്ടത്. എല്ലാവരും അതുപോലെ വളരെ സഹോദര്യത്തോടും സ്നേഹത്തോടും കൂടി കഴിയുന്നതായ ഒരു ഇടവകയായിട്ടാണ് കാണപ്പെട്ടത്. മലങ്കര സഭയ്ക്ക് ദേവാലയം പണിയുവാൻ തനതായ ഒരിടം എന്ന അദമ്യമായ ആഗ്രഹം തങ്ങളുടെ ചെറുതും വലുതുമായ സമ്പാദ്യങ്ങൾ കൂട്ടിവെച്ച് 1965 ഒക്ടോബർ മാസം 22-ാം തീയതി ആ ചെറിയ അജഗണം സാർത്ഥകമാക്കി. തുടക്കകാലത്ത് ഒരു ഓലമേഞ്ഞ ഷെഡിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ നാമധേയത്തിൽ താൽക്കാലികമായ ആരാധനാ സംവിധാനങ്ങൾ വൈദികരുടെ സഹായത്തോടെ ആരംഭിച്ചു. ആദ്യ വിശുദ്ധ കുർബാന അർപ്പിച്ചത് വന്യനായ CO വർഗീസച്ചനായിരുന്നു. ആരാധനാ ക്രമീകരണം മാസത്തിൽ 1 എന്നുള്ളത് 2 തവണയായി വർദ്ധിപ്പിച്ചു. 1969 ജൂലൈ 6-ാം തീയതി ബാഹ്യകേരള ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയും
പിന്നീട് പരിശുദ്ധ ബെസോലിയോസ് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ എന്ന പേരിൽ മലങ്കരയുടെ കാതോലിക്കയുമായ അഭിവന്യ മാത്യൂസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ദേവാലയ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ആ കുടിൽ പണിഞ്ഞ സമയത്ത് തറ പണിഞ്ഞപ്പം ആ മേസ്ത്രി ഞങ്ങളെ കുറച്ച് കളിപ്പിച്ചായിരുന്നു. ഇതാരും അറിഞ്ഞില്ല. ഒരാഴ്ച ആയപ്പോഴത്തേക്ക് തറയൊക്കെ ഇളകിപ്പോകുന്നത് അവർക്ക് എല്ലാവരും ആരും എന്നെ കുറ്റം പറയാനാ, അയാളുടെ കലവയുടെ കൊണ്ട് കുഴപ്പമോ ഇല്ല എന്തോ അറിയത്തില്ല. ആദ്യമായിട്ട് നമ്മൾ അത്ര കഷ്ടപ്പെട്ട് പണിഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് കളിപ്പിച്ചേച്ച് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു വിഷമമായിരുന്നു. അയാളോട് എങ്ങനെ ചോദിക്കുന്നതെന്നുള്ളതാ. അത് പോയി അടുത്ത് ചോദിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ അവിടെ കിടപ്പായി. വല്ലാത്ത ദിവസം എഴുന്നേറ്റ് നടക്കാനൊക്കത്തില്ല, ഒരു പാരാലിസിസ് മാതിരി. അപ്പോൾ അയക്കും ഏതാണ്ട് തോന്നി. പക്ഷെ അയാൾ തന്നെ അത് മനസ്സിലാക്കി. അയാളോടൊന്നും ചോദിച്ചില്ല. എല്ലാം വന്നിട്ട് നിങ്ങൾ ഒന്ന് ശരി പണി തരണമെന്ന് പറഞ്ഞേ ഉള്ളൂ. ഇല്ല സാർ വരാം സാർ, ഞാൻ സ്വന്തം ചെലവിൽ പണി തരുമെന്ന് പറഞ്ഞ് കംപ്ലീറ്റാக സ്വന്തം ചെലവിൽ തന്നിട്ട് പോയി. അത് ഞങ്ങളെ കൊണ്ട് മറക്കാനൊക്കത്തില്ല. അവിടെ വെച്ചുള്ള ആദ്യത്തെ കല്യാണം ഞങ്ങളുടെയും പള്ളി കുടിലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാവരുടെയും മനസ്സ് കുറച്ച് വികാസമായിരുന്നു. 72 ചേച്ചിയുടെ കല്യാണം നടന്നു. ഓലക്കുടിശ്ശിയിലായിരുന്നു കല്യാണം. അപ്പോൾ പള്ളിയിൽ കസരയൊന്നുമില്ല. ഇപ്പോൾ പായൊക്കെ ഞാനും ചേച്ചിയും കൂടെ ഡെയിലി ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോൾ പൊക്കിക്കൊണ്ട് പോയി പള്ളിയിൽ തൂത്തുവാരി എല്ലാം ഇതൊക്കെ ഇട്ടച്ച് ഞായറാഴ്ച ആകുമ്പോൾ തിരിച്ചതുപോലെ കൊണ്ടുവരും. എല്ലാ ആഴ്ചയും ഇതാണ് ഞങ്ങളുടെ പണി. പള്ളി തുടയ്ക്കുന്ന തൂത്തേർക്കാൻ ഞങ്ങൾ 2 പേരും. പറയുന്ന ഈ 5 ഫാമിലിയോ 7 ഫാമിലിയോ ആൾക്കാരെല്ലാം കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലൻ ഇന്ന് ഒരു 55 വർഷം നമുക്ക് നിലച്ച് നിൽക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പച്ചന്മാരുടെ ഒരു കഷ്ടപ്പാടും അവരുടെയൊക്കെ അനുഗ്രഹമാണ് ഈ പള്ളി നിലനിർത്താൻ ഒരു കാരണം. പള്ളിക്ക് വേണ്ടി ഏതൊരു കാര്യം മുന്നോട്ട് വെച്ചാലും എവിടുന്നും അറിയത്തില്ല, കാര്യങ്ങൾ നടക്കും. തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. എന്താന്ന് ചോദിച്ചാൽ ഈ പള്ളിക്ക് അങ്ങനത്തെ ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. 1975 ദേവാലയ നിർമ്മാണം വന്യ ജോൺ ജേക്കബ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. താൽക്കാലിക കൂദാശ നിർവഹിച്ചു. തുടർന്നുള്ള 9 വർഷം ആരാധന തുടർന്നുകൊണ്ടിരുന്നു. മദ്രാസ് ഭദ്രാസനത്തിൻ്റെ രൂപീകരണത്തിനു ശേഷം 1984 സെപ്റ്റംബർ 23 ദേവാലയത്തിൻ്റെ വിശുദ്ധ മൂറോൻ കൂദാശ ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ സക്കറിയ മാർ ദിവന്നാസിയോസ് മെത്രാപ്പോലിത്തയുടെ തൃക്കരങ്ങളാൽ നിർവഹിക്കപ്പെട്ടു. ബ്രോഡ്വേ, തിരുവട്ടിയൂർ ഇടവകകളിൽ നിന്നുള്ള വൈദികരാണ് ഈ കാലഘട്ടത്തിൽ ഇടവക ശുശ്രൂഷ അനുഷ്ഠിച്ചത്. ഒരു പൂർണ്ണസമയ വൈദികൻ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ പള്ളിക്കൂദാശയുടെ അന്ന് തന്നെ പാഴ്സണേജ് നിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപനവും നടത്തി. അന്നത്തെ കാലത്ത് ആര് വന്നാലും ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു. അച്ഛന്മാരൊക്കെ അന്ന് പാർസനേജ് ഇല്ലാത്തതുകൊണ്ട് ഈ വീട്ടിലാണ് വന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. ഇവിടുന്ന് അച്ഛന്മാരെ കൊണ്ടുപോയി വിടുക എൻ്റെ ജോലി അതാ. രാവിലെ ആകുമ്പം അവരെ കൊണ്ടുപോയി അവിടെ ആക്കണം. അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവം മാറ്റി തന്നു. ആ പള്ളിയുടെ ഒരു അനുഭവം അത് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു ഫാമിലി പോലെ ആയത്, അല്ലാതെ 45 പേരെന്ന് പറയുന്നത് 45 പേരായിട്ട് ആരും ഇത് ചെയ്തിട്ടില്ല. എല്ലാവരും ഒരുപോലെ. ഇനി ഫ്യൂച്ചർ ഇത്രയും കൊല്ലമൊക്കെ ഞങ്ങളൊക്കെ നോക്കി ഇനി അടുത്ത ജനറേഷൻ ടേക്ക് ഓവർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ആൻഡ് ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. ലെറ്റ് us hope it goes on like that. എൻ്റെ അച്ഛനായിരുന്നു ഇവിടുത്തെ ഒരിടയ്ക്കുള്ള ട്രസ്റ്റി. അപ്പോൾ ആ കാലത്ത് പള്ളിയിൽ വന്ന് പൈസ കൊടുക്കുന്നതല്ല, വീടുകളിൽ പോയി പിരിക്കുമായിരുന്നു. അപ്പോൾ സൈക്കിളും ഓടിക്കാൻ അറിയത്തില്ലായിരുന്നു, ഒന്നുമല്ല, നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ വീടുകളിലും നിന്ന് നടന്ന് പോയി പിരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അതുപോലെ ഒത്തിരി പേര് നമ്മുടെ പള്ളിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലൊക്കെ ആയി. ഓരോ കാര്യങ്ങളും അങ്ങനെ വരുന്നവർ അവരവരുടെ പുതിയ രീതിയിൽ അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അടുത്ത തലമുറയോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വരണം. അവിടെ വന്നൊരു ഇത് കാണണം. അത് നമ്മുടെ ഇന്നാര് സമ്പാദിച്ച് വെച്ച് കഷ്ടപ്പെട്ട മുതലാണ്, അത് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ബോധം ഇപ്പോഴുള്ള തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം. അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതിനുള്ള അറിവോട് അവരെ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ആ പള്ളിയിലെ വന്ന് പ്രാർത്ഥിച്ച് എന്താ കാര്യം സാധിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മുടെ പള്ളി അത്രയ്ക്ക് ശക്തി വാய்ന്നതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. വാഹന ബസ്സുകൾ അന്ന കാലത്തില്ലായിരുന്നു. സൈക്കിളിൽ തന്നെ പോകും. ബസ്സൊന്നും നമ്മുടെ പള്ളിയുടെ സമയത്തിന് ബസ് കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പത്തൂരിൽ നിന്ന് അയപ്പാക്കം വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നടന്ന് എല്ലാ ഞായറാഴ്ചയും റാമലിംഗം പള്ളിക്ക് ചെല്ലുമായിരുന്നു. 6-7 കിലോമീറ്ററോളം ഉണ്ട്. രാത്രിയുള്ള ചിലപ്പോൾ കുർബാനകൾക്കോ അതിനൊക്കെ ഞങ്ങൾ പാതിരാത്രിയിലൊക്കെ ഇവിടുന്ന് നടന്നു പോകുമായിരുന്നു. ജനങ്ങൾ ഇല്ലാത്ത, ഒത്തിരി വീടുകളൊന്നും ഇല്ലാത്ത സമയങ്ങളായിരുന്നു. അതേപോലെ അവിടുന്ന് 2 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ നടന്ന് ഇങ്ങ് പോരും. വന്യ ജോൺ തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ് പാഴ്സണേജ് പൂർത്തീകരിക്കുന്നത്. 1988
ചുമതല ഏറ്റെടുത്ത വന്യ എബ്രഹാം ജേക്കബച്ചനാണ് ഇടവകയുടെ ആദ്യ പൂർണ്ണസമയ വികാരി. ആ കാലഘട്ടത്തിൽ ഇടവകയുടെ കുരിശിൻ തൊട്ടി നിർമ്മിക്കപ്പെട്ടു. ആവടി രാമലിംഗപുരം സെൻറ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രീസ്റ്റാണ് ഞാൻ. തന്നെയല്ല, എൻ്റെ വൈദിക ശുശ്രൂഷയുടെ ആദ്യത്തെ ദേവാലയം കൂടിയാണ് ഈ ദേവാലയം. ഞാൻ അവിടെ താമസിക്കുമ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ പോലെ സാമ്പത്തികമായിട്ട് ഭദ്രതയൊന്നും അന്നില്ല. ഞാൻ പറയുന്നത് 1988 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ താമസിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലന്ന് തോന്നിയത് ഈ ഒരു കൊച്ചു ദേവാലയമാണ്, അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് വളർത്തിയെടുക്കണം സാമ്പത്തികമായിട്ട് എന്നൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ അന്നൊരു ചെറിയൊരു പരിപാടി വെച്ചു. ഒരു കൊച്ചിൻ കലാഭവൻ്റെ ഒരു മിമിക്സ് പരേഡ് 89 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. കൊച്ചിയിൽ നിന്ന് അവരെ വരുത്തി ബ്രോഡ്വേ കത്തീഡ്രലിൻ്റെ ഹാളിൽ വെച്ച് പരിപാടി നടത്തി. ദേവാലയത്തിന് അതൊരു സാമ്പത്തികമായിട്ടൊരു അടിത്തറയാകട്ടെ എന്ന് ഉദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു കൊച്ചു കുരിശിൻ തൊട്ടി അവിടെ ഞാനത് പണിയിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. യോഗയിലെ എല്ലാ ജനങ്ങളോടുമുള്ള നന്ദി ഉണ്ട്, കടപ്പാടുണ്ട്. വളരെ സന്തോഷപൂർവ്വം എൻ്റെ ശുശ്രൂഷ അവിടെ നിർവഹിക്കുവാൻ തക്കണം ദൈവം തമ്പുരാൻ എനിക്ക് ഒരവസരം ഒരുക്കി തന്നു. ആവടി രാമലിംഗപുരം സെൻറ് ജോർജ് ഇടവക അനേകർക്ക് മാറ്റായി, മാതൃകയായി, അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് കൂട്ടായി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ ആരംഭം കുറിച്ച എല്ലാ കുടുംബങ്ങളെയും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ പുരോഹിതരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനയും കഠിന അധ്വാനവുമാണ് ഇത്രത്തോളം മേന്മയിലേക്ക് വളരുവാൻ തക്കോണം ഇടയായത് എന്നതിന് യാതൊരു സംശയവുമില്ല. 55ാം ജൂബിലി വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ എല്ലാ വൈദികരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് എല്ലാവിധമായ പ്രാർത്ഥനാ ആശംസകളും ആ ഇടവകയ്ക്ക് നേരുകയാണ്. ഈ ദേവാലയം ആവടി ടൗൺഷിപ്പിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഇത് വളരെ സുപരിചിതമാണ്. പ്രത്യേകിച്ച് അക്രൈസ്തവർ വളരെ അഭിമാനപൂർവം ഈ ദേവാലയത്തെക്കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ വളർച്ചയിൽ ഈ ദേവാലയത്തിന്റെ പങ്കിനെ കുറിച്ച് അവർ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റ് ഏതൊരു ഇടവകയും പോലെ തന്നെ വളരെ ചെറിയ ഒരു തുടക്കത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു നിലയിലേക്ക് ഇത് വളരുവാൻ തക്കവണ്ണം ദൈവം ഈ ഇടവകയെ അനുവദിച്ചു എന്നുള്ളതും പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത എപ്പോഴും കാവലും കോട്ടയുമായിരിക്കുന്നു എന്നുള്ളതും വളരെ അനുഗ്രഹകരമായ വസ്തുതയാണ്. മറ്റ് ഇടവകളിൽ നിന്നൊക്കെയും വ്യത്യസ്തമായി ഈ ഇടവകയിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇപ്പോൾ ജോലി തേടി പലരും പല സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ടോ എങ്കിലും ഇപ്പോഴും അവിടെ ഒരു സജീവമായ യുവത്വം അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് വളരെ ചെറുപ്പക്കാരായ വൈദികരും കൂടെ വരുന്ന ആ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ വളരെ അനുഗ്രഹകരമായി അത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഇടവകയുടെ വലിയ പ്രത്യേകതയാണ്. തുടർന്നും ഈ ദേശത്ത് നല്ല സാക്ഷ്യമുള്ളൊരു കൂട്ടായ്മയായി ഈ ഇടവക വളരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവിക പരിപാലനത്തിൻ്റെ 55 വർഷങ്ങൾ പിന്നിടുന്നു എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും അധികം ദൈവത്തെ സ്തുതിക്കുകയും അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലും പരിശുദ്ധ മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ എല്ലാം പ്രാർത്ഥനയിലും ഇനിയും ആ ഇടവക വർദ്ധിച്ച് വളരുവാനും ആത്മീയമായ ചൈതന്യത്തിൽ ഉയരുവാനും തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവിക പരിപാലനത്തിൻ്റെ 55ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കാണുന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് എൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിക്കുന്നത് ആ ഇടവകയിലാണ്. കോശിവിൽ പച്ചനോടൊപ്പം അസിസ്റ്റന്റ് വികാരിയായി 2016 ജൂലൈ മാസം 13-ാം തീയതി മുതലാണ് അവിടുത്തെ സേവനം അനുഷ്ഠിക്കാനായിട്ടിടയായി തീർന്നത്. അവിടുന്ന് വരുന്നവരെയും നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹവും ഇന്ന് ഞാൻ ഓർക്കുന്നു. ആ ഒരു സ്നേഹം ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. കൂടുതലായിട്ടൊന്ന് പ്രായമായിരിക്കും ഉള്ള ആൾക്കാരും ഇല്ലാത്തവരും എല്ലാം ഒന്നായിട്ട് നിന്ന് സംബന്ധിച്ചിട്ട് പള്ളിയുടെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടത്തുമായിരുന്നു. പിന്നെ നമ്മുടെ വറീസ് ജോർജിൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും ഒരു വാൻകോഴിയെ പെരുന്നാളിന് സംഭാവന ചെയ്തിരുന്നു. അതിനെ റെഡിയാക്കാനെ കൊണ്ട് ആരും തയ്യാറായില്ല. ഞാൻ തന്നെ അതിനെ 8 കിലോ ഉണ്ടായിരുന്ന ഇതിനെ വെട്ടി ഞുറുക്കി തയ്യാർ ചെയ്ത് പള്ളിയിൽ
പെരുന്നാളിന് വേണ്ടി ആയപ്പോഴത്തേക്ക് റെഡിയാക്കിയിരുന്നു. അതാണ് മറക്കാത്ത സംഭവം. 2000 ആണ്ടോടുകൂടിയാണ് ഞാൻ ഈ പള്ളിയിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഈ പള്ളി വരുന്ന സമയത്ത് ഇവിടുത്തെ വികാരിയായിരുന്നത് ശ്രീ ജോഷ് അബ്രം അച്ഛനായിരുന്നു. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 14 അച്ഛന്മാർ മൊത്തം ഇവിടെ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഈ 14 അച്ഛന്മാരിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഇവരുമായിട്ട് വളരെയധികം ഗാഢമായ ഒരു സ്നേഹബന്ധം എനിക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞതാണ്. ഇപ്പോഴും ഈ 55ാം വാർഷികം നടക്കുന്ന ഈ സമയത്തും ഇവിടെ കമ്മിറ്റി മെമ്പർ ആയിരിക്കുവാനും എൻ്റെ കൂടെയുള്ളവരുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി മേലും മേലും ഈ കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. It is said by Sam's children are gift of God. They are being given by God. So we always felt that Jesus said, "Let the children come to me. Do not hinder them to come to me." Hindrance ആയിട്ട് ഇരിക്കല്ല എന്ന് always that thought is there for us. Every day we remember the Sunday school children in our prayers that none of them should be lost. That thought is there always in our minds. So I feel till now all our children are being settled, they are growing up well. So all this we are showing it for the children so that the next generation has to be built up. ഇപ്പോൾ എൻ്റെ പിള്ളേർ എല്ലാവരും ജോലിക്കാരായി. ജോലിയിൽ അവർ എല്ലാ പ്രസന്റേഷൻസും സ്പീച്ചും ഒരു ഈവെന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണതും ഇത്രയും ആ ധൈര്യം വന്നത് ഇവിടുത്തെ സൺഡേ സ്കൂളിലൊരു എക്സ്പോഷറാണ്. സൺഡേ സ്കൂളിൽ അവർ എപ്പോഴും പാട്ട് പാടാനും സ്പീച്ചിനും ട്രൈ ചെയ്ത് ആ ഒരു ബേസ് ആണ്. ഇപ്പൊ അവര് ജോലി സ്ഥലത്ത് എല്ലാത്തിനും ഒരു ധൈര്യവും ഗട്ട്സും കിട്ടി അവർ നന്നായി പ്രസന്റേഷനും സ്പീച്ചും ഒക്കെ ചെയ്യുന്നുണ്ട്. 2000 ദേവാലയത്തിന് ഒരു സെമിത്തേരി സ്വന്തമായി. കോവിഡ് ദുരന്തകാലത്തിന് ശേഷം പഴമയുടെ സൂചനകൾ കാണിച്ചു തുടങ്ങിയ ദേവാലയവും പരിസരവും 2023 പൂർണ്ണമായും നവീകരിക്കപ്പെട്ടു. ദേവാലയത്തിൻ്റെ 55ാം വാർഷികം 2024 ജൂലൈ മാസത്തിൽ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ മുൻ അധിപൻ അഭിവന്യ ഡോക്ടർ യുഹന്നാൻ മാർ ദിയസ്കോറസ്, ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ ഫീലക്സിനോസ് എന്നീ മെത്രാപ്പോലീത്താമാരുടെ അനുഗ്രഹീത കാർമ്മികത്വത്തിൽ സമുചിതമായി കൊണ്ടാടി. The past 55 years have been unforgettable, but here's the exciting part. The next 55 years, they are going to be glorious, and we are going to be working together to push new boundaries every single day. As far as the future is concerned, times have changed, circumstances have changed, leaders have changed, members have changed, but with every new member comes something precious, a fresh set of eyes that look towards the same goal, but from a different perspective. Each fresh perspective sharpens our vision, strengthens our mission, and helps us push forward every single day. I thank the Lord Almighty for showering us with His blessings through all these years, and I hope He'll continue to do the same for the next milestone coming ahead. എൻ്റെ ഓർമ്മ 1989 തൊട്ടാണ്. അബ്രഹാം ജേക്കബ് അച്ഛൻ പട്ടയേറ്റിട്ട് ചാർജ് എടുത്ത പള്ളിയാണ്. അപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അന്നത്തെ കാലത്താണെങ്കിൽ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ദൂരെ നിന്ന് 3 ബസ്സൊക്കെ മാറി ട്രെയിനും ഒക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഈ ഇടവക മെമ്പേഴ്സ് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എല്ലാ ആഴ്ചകളിലും എല്ലാ കാര്യങ്ങളിലും അന്ന് പണ്ടത്തെ കാലം മുതൽ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും പള്ളിയിൽ എത്തിച്ചേരുമായിരുന്നു. അത് വളരെ ഒരു അനുഗ്രഹപ്രദമായ ഒരു കാര്യമാണ്. ഈ പള്ളിയോട് ചേർന്നും പള്ളിയുടെ കാര്യങ്ങളിലും ഒക്കെ ആക്റ്റീവായിട്ടിരുന്ന ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. എല്ലാവരും നല്ല നിലയിലും നല്ല രീതിയിലും എല്ലാവർക്കും മുന്നോട്ട് പോകാനൊക്കുന്നു. അതുപോലെ ഇതുവരെ നല്ല അച്ഛന്മാരെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം യൂത്ത് ലീഗ് ആവട്ടെ, സ്ത്രീ സമാജമാവട്ടെ, അല്ലെ സീനിയർ സിറ്റിസൺ ഫോറം ആവട്ടെ, എല്ലാ ആത്മീയ കാര്യങ്ങളിലും നമുക്ക് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പള്ളിക്ക് ഒത്തിട്ടുണ്ട്. അതൊരു അനുഗ്രഹമായിട്ട് കരുതുക. അതുപോലെ നല്ല അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റി മെമ്പേഴ്സും എല്ലാവരും ഉണ്ടായിരുന്ന കാരണം ഈ പള്ളി നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നു. നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ അനുഗ്രഹപ്രദവും അവർക്ക് വഴികാട്ടലും ആകുന്ന പോലെ നമ്മളെല്ലാം മുന്നോട്ട് ഒത്തുചേർന്ന് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. അപ്പോൾ എൻ്റെ ടീനേജ് സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് കേട്ടിട്ടുണ്ട് 10 ഭാരവാഹികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അതായത് അടുത്ത പരിപാടിക്ക് അടുത്ത സാമ്പത്തിക ബാധ്യത ഞങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും, എങ്ങനെ കൊടുക്കും എന്നുള്ള ചർച്ചകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ വരുന്ന പരിപാടികൾക്ക് ആൾക്കാർ എങ്ങനെ വരും, അവരെ ആരൊക്കെ സഹായം വേണം എന്നുള്ള രീതിയിലുള്ള ഒത്തിരി ആശങ്കകളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ പ്രോഗ്രാം വരുമ്പോൾ അത് എവിടെ നിന്നാണെന്ന് അറിയാത്ത നല്ലപോലെയുള്ള സപ്പോർട്ട് എവിടെന്നെങ്കിലും ആരെങ്കിലുമൊക്കെ ദൈവം ആ സമയത്ത് ഏർപ്പെടുത്തി അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അത് നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു അത്ഭുതമായ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ എല്ലാ ഇടവക മെമ്പേഴ്സ് ഒറ്റക്കെട്ടായി നിന്ന് പല കാര്യങ്ങളും ഇങ്ങനെ തടസ്സങ്ങളുണ്ടെങ്കിലും പിന്നീട് അത് നല്ലപോലെ അവരെ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില ഫിനാൻഷ്യലി ചാലഞ്ച്
ചാലഞ്ചിങ് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് ദൈവം അയച്ചിട്ട മാതിരി തന്നെ കാര്യങ്ങളെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് 75% ഓഫ് ദി ഡൊണേഷൻ അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു സന്ദർഭം ഞാൻ പല പ്രാവശ്യം ഈ പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഹിസ്റ്ററി ഡോക്യുമെന്ററി നമ്മൾ എടുക്കുന്നത് അടുത്ത തലമുറയ്ക്ക്, പ്രത്യേകിച്ച് പള്ളിയിൽ എന്തൊക്കെ നടന്നു ഈ 50 വർഷ കാലങ്ങളിൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളിൽ പലരുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അത് അവർ യൂസ് ചെയ്ത് ഭാവി കാര്യങ്ങൾ നല്ലപോലെ കൊണ്ടുപോകാൻ, ഈ പള്ളിയുടെ ദേവാലയത്തിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും മലങ്കര നസ്രാണിയുടെ ജീവശ്വാസമായി അവർ കരുതുന്ന ആരാധനാ ജീവിതത്തിനു വേണ്ടി വൈദിക സമൂഹത്തോട് ചേർന്ന് വിശ്വാസ പോരാട്ടം നടത്തിയ സഭയിലെ ആത്മായ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയുടെ ബാക്കിപത്രമാണ് സഭയുടെ വൃദ്ധിയും പുഷ്ടിയും. ആ പുരാവൃത്തത്തിന്റെ കണ്ണികൾ കൂടി ചേർക്കുമ്പോൾ ദുഷ്കരവും ക്ലേശപൂരിതവുമായ സഞ്ചാരത്തിലൂടെ ഈ ഇടവകയുടെ വളർച്ചയിൽ നിർണായകമായ നേതൃത്വം നൽകിയ നിസ്വാർത്ഥനായ വൈദിക സമൂഹത്തിന്റെ സംഭാവനകൾ ശ്ലാഘനീയമാണ്. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഈ ദേവാലയം അതിന്റെ 55-ാം ജൂബിലി ആഘോഷിക്കുന്ന സമയങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. 55-ാം ജൂബിലി ആഘോഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കേൾവിക്കാർക്ക് അല്പം വിചിത്രമായി തോന്നാം. എന്നാൽ ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങളെ സാധൂകരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടെ ഉണ്ട്. അതിൽ ഒന്നാമത്തേത്, ഈ ദേവാലയം അതിന്റെ നിർമ്മിതി പൂർത്തീകരിച്ചിട്ട് 50 വർഷം പിന്നിടുന്നു എന്നുള്ളതും ദേവാലയത്തിന്റെ വിശുദ്ധ മൂറോൻ കൂദാശ നിർവഹിക്കപ്പെട്ടിട്ട് 40 സംവത്സരങ്ങൾ പിന്നിടുന്നു എന്നുള്ളതും കൂടിയാണ്. ഇങ്ങനെ ഈ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട 3 നാഴികക്കല്ലുകളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഓർത്തെടുക്കാനുള്ള വർഷമാണ് 2024 എന്ന വർഷം. ഈ 55-ാം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ഡോക്യുമെന്ററി പ്രസിദ്ധീകരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇടവകയ്ക്ക് ചൊരിഞ്ഞു കൊടുത്ത നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തെടുക്കാനും അത് പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുവാനും പകർന്നു കൊടുക്കുവാനും, അതോടൊപ്പം കഴിഞ്ഞ 55 വർഷങ്ങൾ ഈ ദേവാലയത്തെ ആത്മീയമായി പ്രകാശം പരത്തി ശുശ്രൂഷയിലൂടെ നയിച്ച കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയവരും ഇപ്പോൾ ജീവനോടെ ശേഷിക്കുന്നവരുമായ എല്ലാ വന്യ വൈദികരെ ഓർത്തെടുക്കാനും ഈ ദേവാലയത്തിന്റെ ആദ്യ ചുവടുവയ്പ്പുകൾ മുതൽ ഇന്നയോളം ഈ ദേവാലയത്തോടൊപ്പം നടന്ന മൺമറഞ്ഞുപോയ പൂർവ്വപിതാക്കന്മാരെയും ഇന്ന് ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ അധ്വാനങ്ങളെ നന്ദിയോടെ സ്മരിക്കാനും കൂടെയാണ് ഈ ഡോക്യുമെന്ററി. 2024 ജൂലൈ മാസം 20-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം വന്യ വൈദികരുടെ നേതൃത്വത്തിൽ സന്ധ്യ നമസ്കാരത്തോടും വചനപ്രഘോഷണത്തോടും പ്രാർത്ഥനയോടും കൂടെ 55-ാം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. 21-ാം തീയതി ഞായറാഴ്ച രാവിലെ ഭദ്രാസന മെത്രാപ്പോലീത്തയായിരിക്കുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ഫീലക്സിനോസ് തിരുമനസിന്റെ മഹനീയ സാന്നിധ്യത്തിലും മുഖ്യ കാർമ്മികത്വത്തിലും വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടത്തപ്പെടുകയും അന്നേ ദിവസം ഈ ദേവാലയത്തിലെ 5 കുഞ്ഞുങ്ങളെ വിശുദ്ധ മദ്ബഹായിലെ ശുശ്രൂഷകൾക്കായി പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനാനന്തരം 55-ാം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പൊതുസമ്മേളനം നടത്തപ്പെടുകയും അതിൽ അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ ഫീലക്സിനോസ് തിരുമനസ് കൊണ്ട് അധ്യക്ഷത വഹിക്കുകയും മുൻ ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമനസ് കൊണ്ട് ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഈ പൊതുസമ്മേളനത്തിൽ വെച്ച് ഇടവകയുടെ സുവനീർ കം പാരിഷ് ഡയറക്ടറി പ്രസിദ്ധപ്പെടുത്തുകയും ഈ ഡോക്യുമെന്ററിയുടെ ടീസർ റിലീസ് ചെയ്യുകയും ചെയ്തു. ഈ ഇടവകയെ മുൻപ് ആത്മീകമായി വഴിനടത്തിയ എല്ലാ വന്യ വൈദികർ ശ്രേഷ്ഠരെയും അതോടൊപ്പം മുൻ ഭരണസമിതി അംഗങ്ങളെയും തദവസരത്തിൽ ഇടവക ആദരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ദേവാലയത്തിന്റെ കാവൽ പിതാവായിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ചിത്രം ആലേഖനം ചെയ്ത ഒരു മൊമന്റോ എല്ലാ കുടുംബങ്ങൾക്കും നൽകപ്പെട്ടു. ഇവയ്ക്കെല്ലാം ഉപരിയായി സമൂഹത്തിനൊരു ചെറിയ കൈത്താങ്ങാകാൻ തക്കവണ്ണം ഈ ദേവാലയത്തിന് ചുറ്റുമുള്ള 11 നിർധനരായ എന്നാൽ പഠന മികവ് പുലർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായം ഇടവക നൽകുകയുണ്ടായി. നമ്മുടെ ഭദ്രാസനത്തിലെ വലിയ മിഷൻ പ്രവർത്തനങ്ങളിൽ ഒന്നായ വെല്ലൂർ സ്നേഹഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് ഈ ഇടവക ഒരു വിഹിതം നൽകി. ഈ ജൂബിലി ആഘോഷം ഏറ്റവും ഭംഗിയാകാൻ ഇടയായത് ദൈവികമായ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടുമാണ്. ആ ദൈവത്തെ നന്ദിയോടെ ഇത്തരണത്തിൽ ഓർക്കുന്നു. പ്രാർത്ഥനയോടും മാർഗനിർദ്ദേശങ്ങളോടും കൂടെ ഇതിനോടൊത്തു ചേർന്ന് നിന്ന അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത തിരുമനസിനോടും ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട സാം ഐസക് അച്ഛനോടും എല്ലാ വന്യ വൈദികരോടുമുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഇടവകയുടെ മുൻ വികാരിയും എന്നാൽ ഇപ്പോൾ മാവേലിക്കര ഭദ്രാസനാധിപനുമായിരിക്കുന്ന അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനസ് തിരുമനസിനോടുള്ള നന്ദി ഈ തരുണത്തിൽ ഇടവകയുടെ പേരിൽ അറിയിച്ചുകൊള്ളട്ടെ. ഇടവകയെ ഇന്നയോളം ആത്മീകമായി വഴി നടത്തിയ എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരെയും നന്ദിയോടെ ഓർക്കുന്നു.
ഈ ഡോക്യുമെന്ററിക്ക് വേണ്ടി ഇതിന്റെ പിന്നിൽ അധ്വാനിച്ചവരും ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും, അതോടൊപ്പം ഈ ജൂബിലി ആഘോഷം ഏറ്റവും ഭംഗിയാകാൻ കാരണമായത് ഈ വർഷത്തെ ഭരണസമിതി അംഗങ്ങളുടെ മികവ് കൊണ്ടുകൂടെയാണ്. കൈക്കാരനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു ഫിലിപ്പ് കുര്യാക്കോസിനോടും സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട KM ജോൺസിനോടും അതോടൊപ്പം ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ സഹായ സഹകരണങ്ങളാണ് ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് കൈത്താങ്ങായത്. നന്ദിയോടെ അതും ഇത്തരണത്തിൽ ഓർക്കട്ടെ. ഈ ദേവാലയത്തിലെ എല്ലാ ഇടവക അംഗങ്ങളുടെയും മഹനീയമായ സാന്നിധ്യവും പ്രാർത്ഥനയും ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് മാറ്റുപകർന്നു. നിയോഗിക്കപ്പെട്ട ജൂബിലി സബ് കമ്മിറ്റികൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ വളരെ ഭംഗിയോടെ നിർവഹിച്ചത്, പ്രാർത്ഥനയോടുകൂടി അധ്വാനിച്ചു എന്നത് അങ്ങേയറ്റം നന്ദിയോടെ ഇടവക ഓർക്കുന്നു. ഇടവകയ്ക്ക് കൈത്താങ്ങായി സാമ്പത്തികമായി സഹായിച്ചവരെയും പ്രാർത്ഥനയോടുകൂടി ഇതിൽ സംബന്ധിച്ചവരെയും അല്പമായോ അധികമായോ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് 30, 60, 100 മേനി ദൈവം തമ്പുരാൻ പ്രതിഫലം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഗോത്രപിതാക്കന്മാരെ പോലെ തങ്ങളുടെ കൂടെയുള്ളവരെ ചേർത്തു നിർത്തി ഈ ദേവാലയത്തിന്റെ അസ്തിത്വത്തെ ഉറപ്പിച്ച അഗ്രജന്മാരായ ആത്മായ പിതാക്കളുടെ സഹനം നിറഞ്ഞ സേവനങ്ങൾ അവിസ്മരണീയമാണ്. ജീവിത പ്രാരാബ്ധങ്ങളോട് മല്ലിട്ട് കാലഗതിയുടെ പ്രാരംഭ ദശകങ്ങളിൽ ഉണ്ടായ നഷ്ടങ്ങളുടെ വേദനകളെല്ലാം ഈ വിശുദ്ധ ആലയം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ മൂലം ആശ്വാസ തീരമണഞ്ഞതിൻ്റെ ഈറനണിയിക്കുന്ന അസംഖ്യം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ഇടവകയിലെ ഓരോ ഹൃദയങ്ങളിലും. ഓലമേഞ്ഞ മേൽക്കൂരയുടെ സ്വാഭാവിക ശീതളിമയിൽ നിന്ന് 55 വർഷങ്ങൾ പൂർത്തിയാക്കി ആധുനികതയുടെ ഊഷ്മളമായ ആവരണങ്ങളിലേക്ക് ആരാധനയുടെ ജീവനഭാവത്തിൻ്റെ പുറമോടികൾ മാറ്റപ്പെടുമ്പോഴും ഇന്നും സ്വർഗം വർഷിക്കുന്ന അനുഗ്രഹപ്രവാഹത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ഈ ഇടവകയും ജനസമൂഹവും ദേശവും. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥത എന്നും കാവലായിരിക്കട്ടെ.